രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹവും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ചെന്നിത്തലയുടെ വീട്ടിൽ ഇന്ന് നിർണായക ചർച്ചകളാണ് നടക്കുന്നത്. ജോസഫ് വാഴക്കൻ, അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കി എന്നിവർ ചർച്ചയ്ക്കായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അതേസമയം കൂടെയുള്ളവരെ പരിഗണിക്കാതെ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള നിലപാടിലാണ് രമേശ് ചെന്നിത്തല. നേരത്തെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്നതിലുപരി തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കുക എന്നൊരു നിലപാടിലേക്ക് കൂടി രമേശ് ചെന്നിത്തല എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഷീജ ചേരുകയാണ്. ഷീജ, രമേശ് ചെന്നിത്തല ശക്തമായ നിലപാടാണ്. തനിക്ക് മാത്രമല്ല തൻ്റെ കൂടെ നിൽക്കുന്നവരെ കൂടി പരിഗണിച്ചാൽ മാത്രമേ മന്ത്രിസഭയിലേക്ക് താൻ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. വിശദാംശങ്ങൾ. തീർച്ചയായും ഷമ്മി, ഏതായാലും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഈ പാർട്ടിയിലെ തന്നെ സീനിയർ നേതാവാണ് എന്നുള്ളത് കൊണ്ടും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് നേരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്ന നിലയ്ക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ നൽകണം എന്നുള്ളതാണ് ഒരാവശ്യം. അതിനൊപ്പം തന്നെയാണ് തനിക്കൊപ്പം ഉള്ളവർക്കും അർഹമായിട്ടുള്ള പരിഗണന മന്ത്രിസഭയിൽ ഉണ്ടാകണം. തനിക്കൊപ്പം നിൽക്കുന്നതിൽ രണ്ടുപേരുടെ പേരുകൾ അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. അവരെ അടക്കം മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണം. അവരെ പരിഗണിക്കാത്തൊരു സാഹചര്യത്തിൽ താനും മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അടക്കം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ആണ് ഏതായാലും സമവായ നീക്കങ്ങൾ പല ഭാഗത്തു നിന്നായി നടക്കുന്നത്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായിട്ടുള്ള അൻവർ സാദത്ത്, അതോടൊപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കി, ജോസഫ് വാഴക്കൻ എന്നിവരുമായി പ്രത്യേകമായി രമേശ് ചെന്നിത്തല ഇവിടെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഏതായാലും നിരവധി നേതാക്കളാണ് ഇവിടേക്ക് എത്തുന്നതും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ചകൾ നടത്തി മടങ്ങുന്നതും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും രാവിലെ എ കെ ആന്റണി അടക്കം മുതിർന്ന നേതാവായ എ കെ ആന്റണി അടക്കം രമേശ് ചെന്നിത്തലയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അതിൽ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ളൊരാവശ്യമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ എ കെ ആന്റണി വെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കമാൻഡിനും സമാനമായ നിലപാട് തന്നെയാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ മന്ത്രിസഭയിൽ ഉണ്ടാകണമെങ്കിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കപ്പെടണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. കാരണം രമേശ് ചെന്നിത്തലയെ വലിയ തോതിൽ താറടിച്ചു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ എതിർചേരിയിൽ നിന്നും നടക്കുന്നുണ്ട് എന്നുള്ളതും രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ വലിയ അതൃപ്തി തന്നെയുണ്ട്. പ്രത്യേകിച്ചും ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന രമേശ് ചെന്നിത്തല എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി വലിയ നീക്കം തന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർവിഭാഗം നടത്തുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആ ഒരു അതൃപ്തിക്ക് കാരണം എന്ന് പറയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ സമവായ നീക്കങ്ങൾ, സമവായ ചർച്ചകൾ എല്ലാം ഇതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇന്ന് തന്നെ മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ച് തീരുമാനിക്കണമെങ്കിൽ നിർണായകം രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ മറ്റു മന്ത്രിമാർ ആരൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ എന്നത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിലുള്ള തീരുമാനം അന്തിമമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം, അതായത് രാവിലെ മുതൽ കെ സി വേണുഗോപാൽ ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ കെ സി വേണുഗോപാൽ നേരിട്ട് ഇവിടെ എത്തുമോ, അദ്ദേഹവുമായി ടെലിഫോണിൽ സംസാരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നിർണായകമായ ആ ഒരു കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ആ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ അതിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ളൊരു ഫോർമുല ആയിരിക്കും രമേശ് ചെന്നിത്തല അംഗീകരിക്കുക? കാരണം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ചെന്നിത്തലയുള്ളത്. ഷീജ, ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് രമേശ് ചെന്നിത്തലയിലേക്ക് വരണമെങ്കിൽ അതിന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കണം. ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഒരു വലിയ പിന്തുണ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആവശ്യമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്, അൻവർ സാദത്തിന് അടക്കമുള്ളവർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കണമെങ്കിലും ഈ പറയുന്നത് പോലെ കെ സി വേണുഗോപാലിൻ്റെ ഒരു പിന്തുണ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും വി ഡി സതീശനെതിരായ ഒരു നീക്കത്തിൽ ഒരുമിച്ച് ചേരും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ആ ചർച്ചകൾ ആ രീതിയിൽ ഉണ്ടാകുമെന്ന് കാണാൻ കഴിയുമോ ഷീജ? സ്വാഭാവികമായും ചർച്ചകൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും കെ സിയുടെ ഒരു പിന്തുണ ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല പക്ഷക്കാർ ഇതിനകം തന്നെ കെ സി വേണുഗോപാലിന്റെ നാലാഞ്ചിറയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കെ സി വിഭാഗത്തിലുള്ളവർ ഇവിടെ എത്തി രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ക്രിയാത്മകമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ ഇരു ക്യാമ്പുകളും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും RC KC വിഭാഗം ഈ വിഷയത്തിൽ
ഇതിൽ ഒരു പക്ഷേ ഒരു ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നില സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും പ്രധാനമായും രണ്ട് വിഭാഗത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഒന്ന് KC വിഭാഗത്തിൽ പ്രധാനമായും നമുക്കറിയാം KCയുടെ ടീമിലുള്ളവർക്ക്, അതായത് KC നൽകിയിട്ടുള്ള പട്ടികയിലുള്ളവർക്കായിരിക്കണം മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം എന്നുള്ളത് KC വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ രണ്ടുപേർക്കുള്ള മന്ത്രിസ്ഥാനം ഇതാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത് ഏത് രീതിയിൽ VD സതീശൻ അംഗീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിർണായകമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഹൈക്കമാൻഡും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളും അടക്കം ഇടപെട്ടുകൊണ്ട് വലിയ അനുനയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഷീജ, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ പ്രവർത്തിക്കുമ്പോൾ തന്നെ മന്ത്രിമാർ കൂടുതലും KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ആൾക്കാരായി മാറുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും VD സതീശന് ഒരു പരിമിതി അവിടെ രൂപപ്പെടുകയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി സ്ഥാനം കൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണെങ്കിൽ. അതേസമയം തന്നെ VD സതീശൻ ഇക്കാര്യത്തിൽ വലിയ നിർബന്ധം പിടിക്കാനും കഴിയില്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് നൽകിയതുകൊണ്ട് പിന്നെ ആഭ്യന്തരവും കൂടി തനിക്ക് വേണം എന്ന നിർബന്ധം ഹൈക്കമാൻഡ് അംഗീകരിക്കുമെന്ന് കരുതാൻ കഴിയുമോ ഷീജ? ഏതായാലും അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഹൈക്കമാൻഡ് ഏത് രീതിയിലുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് തന്നെ ചില ഫോർമുലകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പക്ഷേ ഇരുവിഭാഗവും അംഗീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. പക്ഷേ ആ ഫോർമുല എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ചെന്നിത്തല പറഞ്ഞ നിലപാടിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ അദ്ദേഹം പറയുന്നതും കാരണം അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയില്ല, സ്വാഭാവികമായും അത് കഴിഞ്ഞു. അപ്പോൾ മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം അത് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ ലഭിക്കണം എന്നുള്ളത് അദ്ദേഹം അർഹിക്കുന്ന ഒന്നാണ്, അല്ലാതെ ഒരു സമ്മർദ്ദം ചെലുത്തി വാങ്ങിക്കേണ്ട ഒന്നല്ല. അദ്ദേഹം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇനിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഏത് രീതിയിലുള്ളൊരു ഫോർമുല ആയിരിക്കും ഹൈക്കമാൻഡ് ഇനിയിപ്പോൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകം. ഷമ്മി.